ഗോൾഡിന്റെ വില കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും റോക്കറ്റ് പോലെയാണ് കുതിക്കുന്നത്. ശരിക്കും ആരാണ് ഈ സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത്? ലാസ്റ്റ് ഇയർ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്നത് 36% റിട്ടേൺ ആണ്. ഇത് തന്നെ പോസ്റ്റ് കോവിഡ് ലാസ്റ്റ് 5 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 15% ആണ്. കോവിഡിന് മുമ്പുള്ള, അതായത് 2015 മുതൽ 20 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് വെറും 7.5% ആണ്. റീസെൻ്റ്ലി ഗോൾഡിൻ്റെ വാല്യൂ ഇത്രയേറെ വർദ്ധിക്കാനുള്ള കാരണം ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയും രാജ്യങ്ങൾ തമ്മിലുള്ള നികുതി യുദ്ധവുമാണ്. നമ്മൾ ഗോൾഡ് വാങ്ങിയാൽ ലോക്കറിൽ വെക്കുന്നത് പോലെ ബാങ്കുകളോ ഗവൺമെൻറ്റുകളോ ഗോൾഡ് വാങ്ങിയാൽ ലണ്ടനിലുള്ള വോൾട്സിലാണ് വെക്കാറ്. ട്രംപിൻ്റെ US ഗവൺമെൻറ് ഗോൾഡിൻ്റെ നികുതി വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഇതുകൊണ്ട് തന്നെ US-ൽ ഗോൾഡിൻ്റെ ഡിമാൻഡ് വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ US-ലെ ബാങ്കുകളൊക്കെ ലണ്ടനിലെ വാൾട്ടിൽ നിന്നും ഗോൾഡ് തിരിച്ച് US-ലേക്ക് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ 2 മാസത്തെ മാത്രം കണക്കെടുത്തപ്പോൾ 200 ടൺ ഗോൾഡാണ് US-ലേക്ക് തിരിച്ചു കൊണ്ടുപോയത്. ഗോൾഡിൻ്റെ വിലക്കയറ്റം നിരീക്ഷിച്ച വേൾഡ് ഗോൾഡ് കൗൺസിൽ പറഞ്ഞത് ദർ ഇസ് നോ ഷോർട്ടേജ് ഓഫ് ഗോൾഡ്, ബട്ട് അമേരിക്കൻ താരിഫ് സൃഷ്ടിച്ച ഒരു ടെമ്പററി ഇഷ്യൂ മാത്രമാണ് ഗോൾഡിലുണ്ടായ ഈ വില വ്യത്യാസം. നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണോ? എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഷോർട്ട് ടൈം ഗോൾസിന് വേണ്ടി ഗോൾഡ് കൺസിഡർ ചെയ്യരുത്. മീഡിയം ടൈം ഗോൾസിന് വേണ്ടി ഗോൾഡ് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ലോങ് ടൈം ഗോൾസ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാൻസിന് വേണ്ടി ഒരിക്കലും ഗോൾഡ് മാത്രം വിശ്വസിക്കരുത്. ഒരു ഡൈവേഴ്സിഫൈ ചെയ്ത പ്ലാൻ ആയിരിക്കും നല്ലത്. ഗോൾഡ് പ്ലസ് മ്യൂച്വൽ ഫണ്ട്, NPF എക്സെട്ര ആയിരിക്കും നല്ലത്. നിങ്ങളുടെ മൊത്തം സേവിങ്സിൻ്റെ 10 to 15% വരെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് റിട്ടേൺസ് ഫ്രം അസറ്റ് വേരി ഫ്രം ഇയർ ടു ഇയർ. അത് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഡൈവേഴ്സിഫൈ ചെയ്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും സജസ്റ്റ് ചെയ്യുമല്ലോ.